പത്തനംതിട്ട കലഞ്ഞൂർ കനാൽ അക്വാഡേറ്റിൽ വീണ് കാണാതായ 70-കാരന്റെ മൃതദേഹം കണ്ടെത്തി. കുന്നലയം ഭാഗത്തെ ഇരുമ്പുവേലിക്ക് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. കോന്നിയിൽ നിന്ന് ഫയർഫോഴ്സ് ഉൾപ്പെടെ സ്ഥലത്തെത്തി മൃതദേഹം കരക്ക് കയറ്റുകയാണ്. നിതിൻ തോമസ് ആണ് വിവരങ്ങളുമായുള്ളത്. നിതിൻ, എങ്ങനെയാണ് ഇദ്ദേഹം കനാലിൽ വീണത്? വിശ്വനാഥൻ പിള്ള എന്ന് പറഞ്ഞ 70 വയസ്സുള്ള അദ്ദേഹം അദ്ദേഹത്തിന് ഈ കനാലിലെ കയ്യൂരിൽ കൂടെ നടന്നു പോകുന്ന വഴി കാൽ വഴുതി കനാലിൽ വീഴുകയായിരുന്നു. ഇതിന് ശേഷം കുട്ടി ഇത് കണ്ടുവന്ന കുട്ടികൾ കയറൊക്കെ ഇട്ട് കൊടുത്തു. അത് പിടി കിട്ടിയില്ല, നേരെ താന്നു പോയി. പിന്നെ ഇന്നലെ ഒരു 6:30-7 മണി തൊട്ട് ഞങ്ങൾ തെരച്ചിൽ ആരംഭിച്ചായിരുന്നു. രാവിലെ ഒരു 6 മണി 6:30യോടുകൂടി നമ്മുടെ ഈ കൊന്നലയത്തുള്ള അരിപ്പ വീപ്പ ഇതൊക്കെ വന്ന് അടിയുന്ന അരിപ്പയുടെ ഭാഗത്ത് വെച്ച് ബോഡി കിട്ടുകയുണ്ടായി. കാൽ വഴുതി കനാലിലേക്ക് വീണതാണ്. നിതിൻ, പറഞ്ഞോളൂ. ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം കലഞ്ഞൂർ ഡിപ്പോ ജംഗ്ഷന് സമീപമുള്ള കനാൽ അക്വാഡേറ്റിൽ വീണ് 70-കാരനെ കാണാതാകുന്നത്. 70-കാരനായ ചങ്ങയിൽ വീട്ടിൽ വിശ്വനാഥൻ പിള്ളയാണ് കാണാതായത്. വീട്ടിലേക്ക് വരുന്ന വഴി ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കനാലിന് കുറുകെയുള്ള ചെറിയ നടപ്പാലത്തിൽ നിന്നും കാല് വഴുതി വീഴുകയായിരുന്നു. നാട്ടുകാരുടെയും കൂടൽ പോലീസിന്റെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടത്തിയത്. അതിനുശേഷം ഈ കനാലിൽ വെള്ളമുണ്ടായിരുന്നു. തെന്മലയിൽ നിന്നും കനാലിലേക്കുള്ള വെള്ളം ഓഫ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും രാത്രി 10 മണിയോടുകൂടി തന്നെ തെരച്ചിൽ തുടങ്ങി. ഫയർഫോഴ്സിന്റെ സഹായത്തോടു കൂടിയിട്ട് പിന്നീട് നടത്തിയ തെരച്ചിലാണ് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കലഞ്ഞൂർ കുന്നേലയം ഭാഗത്തെ ഇരുമ്പ് വേലിക്ക് സമീപം മൃതദേഹം കണ്ടെത്തിയത്. ഇരുമ്പ് വേലിയിൽ തട്ടി നിൽക്കുകയായിരുന്നു. പൂനെയിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് മൃതദേഹം കരയ്ക്ക് കയറ്റിയത്. നിതിൻ തോമസ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.